ശ്രീ സതീഷ് വസന്ത് ഫർഹാന്റെയും മൊണാലിസയുടെയും ഒക്കെ വിവാഹം നടത്തി. വ്യാജരേഖയാണ് എന്നതുപോലും തിരിച്ചറിയാതെ CPM-ന്റെ ഉന്നതരായ നേതാക്കളാണ് നേതൃത്വം നൽകിയ വിവാഹം നടത്തിയതെന്ന് മാത്രമല്ല, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വീമ്പിളക്കുന്നതും കണ്ടു. ഇപ്പോൾ ഒരു മണ്ടന്മാരുടെ കേരള സ്റ്റോറിയായി മാറിയിരിക്കുകയാണ്. നോക്കൂ, എല്ലാ കാലത്തും CPM ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതാണ് LDF. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ, ഒരു സംശയമില്ല. നോക്കൂ, ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത്, ഒരു സൈഡിൽ ഒരു മുസ്ലിം, അത് ഹിന്ദു പെൺകുട്ടിയാവട്ടോ ആൺകുട്ടിയാവട്ടോ, ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ആൺകുട്ടി എന്ന് വെച്ചാൽ ഒരു മുസ്ലിം യുവാവ്, ഒരു ഹിന്ദു പെൺകുട്ടി, അതെന്ന് പറയുന്നത് ഗോത്രവർഗത്തിൽ എന്താവട്ടെ, അത് ഒരു ഹിന്ദു പെൺകുട്ടി, അത് കേരളത്തിൽ വെച്ച് ഒരു കല്യാണം നടന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? പൂവാറുള്ള ക്ഷേത്രം. ആ ക്ഷേത്രം ഏതാണ്? ആ ക്ഷേത്രം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിലെ നായകന്മാരിൽ ഒരാളായ ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. ആ ക്ഷേത്രം വെച്ചാണ് ഈ കല്യാണം നടന്നിട്ടുള്ളത്. ഇനി ബഹുമാനപ്പെട്ട ശ്രീ നമ്മളെ സാമൂഹിക ശ്രീ അരുൺകുമാർ, അരുണിൻ്റെ പ്രസ്താവന എന്താണ്? അദ്ദേഹം പറയുന്നത് വെച്ചാൽ വേറെ ഒരു ഇലക്ഷൻ സമയത്ത് വേറൊരു, ഇത് ഇലക്ഷൻ സമയത്താണോ? അല്ലല്ലോ, ഇത് നടന്നിട്ടുള്ളത് ഇത് ഇതിന് മുമ്പേ അല്ലേ? ഇതിന് മുമ്പേ ആണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഖാവ് ഇവിടെ താമസിക്കുന്നത് നിയമവും വിഴിഞ്ഞോട്ട് എത്ര ഇതുണ്ട്. ശ്രീ റഹീം ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയാണ്, ആക്ടിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ട്രിവാൻഡ്രത്ത്. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർ എവിടെ നിന്നിരിക്കുന്നത്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ട്രിവാൻഡ്രത്ത്. ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് പോകാൻ വേണ്ടി എത്ര സമയം വേണം? അപ്പൊ ഇവരെല്ലാം പങ്കെടുത്തത് ആണെന്നേ. അല്ല പിന്നെ എന്താ അങ്ങനെ വേണ്ടത്? അല്ല ഞാൻ അരുൺ മോഹൻ ഞാൻ പറ്റേ, അല്ലാതെ അവരൊക്കെ എന്താണ് ദുരുദ്ദേശമുള്ളത്? പറയൂ. എന്തെങ്കിലും പറയുന്നേക്കൂ. അല്ല, എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഇതിനെ കൊണ്ട് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ലവ് ജിഹാദുണ്ട്. ഇവിടെ മുസ്ലിം യുവാക്കൾ നമ്മളെ ഹിന്ദു യുവതികളെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനി യുവതികളെ തട്ടിക്കൊണ്ട് പോയി കല്യാണം. നോക്കൂ, എവിടെയെങ്കിലും ഒന്നും രണ്ടും കാണാതെ ഒന്നും ഇരിക്കുന്നത് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് ഇതൊന്നും നടക്കാത്ത കാര്യമൊന്നേ. കേരളത്തിൽ രണ്ട് മതവിശ്വാസികൾ കല്യാണം കഴിക്കൽ എന്താ തെറ്റ്? റഹീം, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട റഹീം, ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, രാജ്യസഭാ മെമ്പറായ ശ്രീ റഹീം, ഞാൻ പറയുന്നേക്കൂ. രാജ്യസഭാ മെമ്പറും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി, ആക്ടിംഗ് സെക്രട്ടറി ആയ ശ്രീ റഹീം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദു യുവതിയാണ്. അവർക്കവിടെ പ്രശ്നമില്ലല്ലോ. അവർക്കത് പ്രശ്നമില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകള്, അല്ല ഞാൻ പറഞ്ഞിട്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിക്കുന്നത് ഒരു മുസ്ലിം യുവാവാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്നു. അവർക്ക് പ്രശ്നമില്ലല്ലോ. അതെല്ലാം ലവ് ജിഹാദ്. നിങ്ങൾ ഇത് കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇവിടെ അല്ല, ഒരു വിഭാഗത്തെ മോശമാക്കുന്ന രീതിയിൽ നോക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പരിഹാരം കാണാനുള്ള സംവിധാനം ഉണ്ടെന്ന്. കേരളത്തിനെ സംബന്ധിച്ച് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നുപോലെ എതിർക്കുന്നതിന് LDF-ന് അതിലൊരു സംശയമൊന്നുമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ അതുകൊണ്ടല്ലേ ഈ മൊണാലിസ, ഞാൻ ഒരു കാര്യം പറ്റും, ഈ മൊണാലിസ അവിടെ ഏത് മാലകളും അതുപോലെ വളകളും വിറ്റുകൊണ്ട് എന്ന് അവരാരെങ്കിലും കല്യാണം കഴിഞ്ഞെങ്കിൽ ഇവിടെ ആരെങ്കിലും സംസാരിക്കൂ? ആരെങ്കിലും മധ്യപ്രദേശത്തിലുള്ള ആ ഗവൺമെന്റ് ഈ കുട്ടി എവിടെ പോയെന്നെങ്കിലും ഇതൊന്നും അല്ലല്ലോ. അല്ല ഞാൻ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറയട്ടെ, എന്റെ ആദ്യം ഞാൻ പറയട്ടെ, ഒരു യുവാവും കൂടി കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നത്. ഈ നമ്മളൊക്കെ ഉള്ള ആൾക്കാർ എന്തിനാണ് ഈ വർഗീയതയൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഈ വർഗീയതയൊക്കെ നിങ്ങൾ കളയുന്നത്. നിങ്ങൾ വർഗീയതയൊക്കെ കളഞ്ഞ് നിങ്ങൾ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് വന്നിട്ട് ഒരു രാഷ്ട്രീയം കളത്തി ഒരു 10 വോട്ടിന് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു മനസ്സിലാക്കില്ല. ഗോവിന്ദ മാസ്റ്റർ ആയിരുന്നാലും റഹീമായിരുന്നാലും ശിവൻകുട്ടി സാറായിരുന്നാലും ഒരിക്കലും ഒരു വോട്ടിന് 10 വോട്ടിന് വേണ്ടിയല്ല അവരൊരു കല്യാണം ചെയ്തു കൊടുത്തത്. നിങ്ങൾ വേടന്റെ കേസ് പറയുന്നു. മാധ്യമങ്ങൾ എങ്ങനെയാണ് വന്നത്? അല്ല, സ്വാഭാവികമായി മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, മൊണാലിസ ഇത്രയും പ്രസിദ്ധമായി അങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫർ വഴിയല്ലേ
അന്ന് അവിടെ ചെന്നിട്ട് അവരെ കണ്ണ് മോണോലിസയുടെ പിക്ചറിന് സമാനമായ കണ്ണുകളാണെന്ന് പറഞ്ഞ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ചുഴിഞ്ഞു നോക്കി ഇതൊക്കെ പറയുന്നത് നിയമപരമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് ഇവർ എവിടെയൊക്കെ പോയിട്ടിരിക്കുന്നത് ഈ സ്കൂളിലൊക്കെ പോയിട്ട് 1ാം ക്ലാസ്സിൽ പഠിച്ച ഇതൊക്കെ എടുക്കാന് അവിടെ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ആരാണ് ഭരിക്കുന്നത്? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ. അല്ലല്ല MP രാജേഷിനെ പറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പ് മന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ മധ്യപ്രദേശിൽ ആരാണ് ഭരിക്കുന്നത്? അവിടെ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർമ്മിച്ചോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയുന്നത്? നിങ്ങൾ ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് കൊണ്ടുവന്ന് ഇത് പ്രചരിപ്പിക്കാൻ സ്വന്തം പിതാവല്ല പോയത്. അവിടുത്തെ വിശ്വഹിന്ദു പരിഷത്ത് അദ്ദേഹം തന്നെ പറയാന്, ഈ അനിൽ തന്നെ പറയാന്, അല്ല ബഹുമാനപ്പെട്ട അല്ലേ അങ്ങ് തന്നെ പറയാന് നമ്മള് ഇത് തെരഞ്ഞെടുപ്പ് എടുത്തോണ്ട് പോയെന്ന്. എന്താ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. CPM-നും LDF-നും അങ്ങനെ പ്രത്യേക ഒരു സമുദായത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഉദാഹരണങ്ങളെ ഞാനൊന്ന് സൂചിപ്പിച്ചോളൂ. താങ്കൾ പറയുകയുണ്ടായി ശ്രീ MP രാജേഷിന്റെ ഭാര്യ ഹിന്ദുവാണ്, റഹീമിന്റെ ഭാര്യ ഹിന്ദുവാണ്. ഇതൊന്നും ലവ് ജിഹാദ് ആണെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവര് മാന്യമായി കഴിഞ്ഞുകൊള്ളട്ടെ. എല്ലാ വിവാഹങ്ങളും ഇത് മാന്യമായി കഴിഞ്ഞില്ലെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ എങ്ങനെയാണ് പ്രഡിക്ഷൻ ചെയ്യുന്നത്? അവരുടെ ലൈഫിന് താങ്കൾ എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം. ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വന്നു? ഈ വ്യാജ അതിന് CPM-ന് എന്തിനാണ്, അല്ലെങ്കിൽ LDF-ന് എന്തിനാണ് നിങ്ങൾ ഇത്രയും കൊല്ലാകല ചെയ്യുന്നത്? അത് CPM-ന് എന്താണ് ഇത് പറയൂ. അവർ കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ അധികാരികൾ ചെയ്തിട്ടുള്ളത്. അതിന് അവരെ വന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്താണ് തെറ്റ്? നിങ്ങൾ വേടൻ്റെ കാര്യം പറയുന്നത്, വേടനെ പറ്റി എന്താണ് പറയുന്നത്? വേടൻ ഗോവിന്ദ മാസ്റ്റർ കല്യാണം, എൻ്റെ കല്യാണം ഇത്രാം തീയതിയാണ്, അവിടെ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അതിൽ തെറ്റെന്താ? ഒരു തെറ്റില്ല. ഞങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല ശ്രീ സതീഷ് വസതെ, ഞങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നില്ല. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ നാട്ടിലെ എല്ലാ ഹിന്ദു മുസ്ലിം വിവാഹങ്ങളും ലവ് ജിഹാദ് ആണെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ലവ് ജിഹാദ് ആണ് മഹാഭൂരിപക്ഷവും. താങ്കളൊന്ന് ശ്രദ്ധിക്കൂ. അഖില അശോകനെ വിവാഹം കഴിച്ച് ഹാദിയാക്കി മാറ്റിയിട്ടുണ്ടോ? നിമിഷയെ കല്യാണം കഴിച്ച് ഫാത്തിമയാക്കി മാറ്റിയിട്ടുണ്ടോ? സോണിയ സബാസ്റ്റിനെ വിവാഹം കഴിച്ച് ഐഷയാക്കി മാറ്റിയിട്ടുണ്ടോ? മെറീൻ ജേക്കബിനെ വിവാഹം കഴിച്ച് മറിയമാക്കി മാറ്റിയിട്ടുണ്ടോ? ഇതിനെയാണ് ഈ കുട്ടികൾ ഇന്ന് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലെ ജയിലറകളിലാണ്. അവരവിടേക്ക് പോകാനുള്ള കാര്യം എന്താണ്? ഈസയും യാഹിയും ഇജാസും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദിൽ പെടുത്തിക്കൊണ്ടുപോയത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ചോദിക്കാം. എല്ലാ വിവാഹങ്ങളും നടന്നതിന് ശേഷം മതപരിവർത്തനം ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് CPM-ന്റെ ഈ ഭാരതം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു നേതാവായിരുന്നല്ലോ AK ഗോപാലൻ. ഭാരതത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല ഗോപാലനായിരുന്നു. ആ സുശീല ഗോപാലൻ AKG ദമ്പതികളുടെ മകളായ ലൈലയുടെ ഭർത്താവ് P കരുണാകരൻ കാസർഗോഡ് MP ആയിരുന്നല്ലോ വളരെ വർഷങ്ങളോളം. അദ്ദേഹത്തിന്റെ മോളുടെ വിവാഹം ഇതേപോലെ പാർട്ടി വളരെ ജനകീയമാക്കി നടത്തിയല്ലോ. അന്ന് പാർട്ടി പറഞ്ഞത് എന്താണ്? ഇവരുടെ മതപരിവർത്തനം ഒന്നും ഉണ്ടാകില്ല എന്നാ പറഞ്ഞത്. ഇന്ന് ആ പെൺകുട്ടിയെ പറ്റി താങ്കളൊന്ന് അന്വേഷിക്കൂ. ഇന്ന് അത് എങ്ങനെയാണ് കഴിയുന്നതെന്ന് നോക്കൂ. അതിന്റെ രീതി ആയിക്കൊള്ളട്ടെ, അത് എന്തും ആയിക്കൊള്ളട്ടെ, അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. ഈ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായി കഴിഞ്ഞ് ഇതിനൊരു ഗതിയുമില്ലാതെ വരുമ്പോൾ AK സെന്ററിലേക്ക് ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടു പറഞ്ഞിട്ട് ഒരു ജോലി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ആവത്തില്ല. കയ്യടി നേടാൻ വേണ്ടി PR വർക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയൊരു കല്യാണമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ കല്യാണമൊന്നും ഇപ്പോൾ നടക്കാൻ ഇവർ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, കുറച്ച് നാളുകളെ ആയുള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. ഇത് തിരക്ക് പിടിച്ച് നിങ്ങൾ തന്നെ ഒരു കല്യാണം നടത്തിക്കൊടുത്തുകൊണ്ട് എന്തോ മഹത്തരമായ നേട്ടമാണെന്ന് പറയാനുള്ള ഒരു അടവ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് CPM ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, CPM ആസൂത്രണം ചെയ്ത 100% ഒരു കള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ, കള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് മറ്റൊരു വസ്തുത കൂടെ ഉണ്ട്. ഈ കുട്ടിയുടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ മകൾക്ക് എന്തോ മരുന്ന് കൊടുത്തുകൊണ്ട് മാനസികമായിട്ട് അതിനെ മാറ്റിയതാണെന്ന്. എന്നുവെച്ചാൽ മയക്കുമരുന്ന് ജിഹാദുണ്ട്, ലവ് ജിഹാദുണ്ട്, വ്യാജ സർട്ടിഫിക്കറ്റ് ജിഹാദുണ്ട്, മാർക്സിസ്റ്റ് ജിഹാദോടെ ചേർന്നപ്പോൾ ഈ കല്യാണം പൂർത്തിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. പക്ഷെ ഇത് നിങ്ങൾ പിടിച്ച ഈ കേരളത്തിലെ ഒരു പുലിവാൽ കല്യാണമായിട്ട് ഇത് മാറും എന്നുള്ളത് 100% വാസ്തവമാണ്.
അതുപോലെ തന്നെ ഒരു ഹോളോഗ്രാം മുദ്രയെ പറ്റി ഒന്ന് പരിശോധിക്കാൻ പോലും കഴിവും പ്രാപ്തിയില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിമാര് ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ള വളരെ വലിയൊരു ഗതികേടുകൂടെ ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു.